പത്തനംതിട്ടയിൽ നിന്ന് ആലപ്പുഴ ചേർത്തലയിലേക്ക് എത്തുമ്പോൾ അവിടെ ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ നിർണായകമായ വിവരങ്ങൾ ന്യൂസ് 18 വീണ്ടും ലഭിച്ചിരിക്കുകയാണ്. അമ്പലപ്പുഴയിലെ ഭൂമി വാങ്ങാനായി സുഹൃത്തായ സതീശൻ ബിന്ദുവിന് നൽകിയ അഡ്വാൻസ് തുകയായ 1.5 ലക്ഷം രൂപ കൈക്കലാക്കാനാണ് സെബാസ്റ്റ്യൻ കൊല നടത്തിയത് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. സംഭവ ദിവസം സെബാസ്റ്റ്യന്റെ വീട്ടിൽ ആയിരുന്നു ബിന്ദു താമസിച്ചിരുന്നത് എന്ന് സതീശൻ നേരത്തെ തന്നെ ന്യൂസ് 18 വെളിപ്പെടുത്തിയിരുന്നു. ബിന്ദുവിനെ കിടപ്പുമുറിയിൽ വെച്ച് കഴുത്ത് ഞെരിച്ചു കൊന്ന ശേഷം മൃതദേഹം രക്തം കട്ട പിടിക്കും വരെ സൂക്ഷിച്ചു. പിന്നീട് കഷ്ണങ്ങളാക്കി മറവ് ചെയ്തു എന്നും ക്രൈംബ്രാഞ്ചിനോട് സെബാസ്റ്റ്യൻ വെളിപ്പെടുത്തി. ശരണ്യ സ്നേഹജൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, നമ്മൾ നേരത്തെ തന്നെ പറയുന്നുണ്ട്, ഒരു പക്ഷേ സിനിമകളെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ഈ സെബാസ്റ്റ്യൻ എന്നത്. അത്രമേൽ ക്രൂരമായി തന്നെ ആയിരിക്കാം പലരും കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന്. ഇപ്പോൾ അതിൻ്റെ ചുരുൾ അഴിയുമ്പോൾ അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെ കണ്ടെത്തലുകളിലേക്ക് പോകുന്നു. മാത്രമല്ല, ഇവിടെ 1.5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ അതൊരു വലിയ തുകയും ആണല്ലോ ശരണ്യ. അഭിലാഷ്, നമുക്കറിയാം ബിന്ദു പത്മനാഭൻ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു കണ്ണിയായിരുന്നു സതീശൻ എന്ന വ്യക്തി. സതീശന് നൽകിയ ഭൂമി ഇടപാടുകൾ 2006 കാലയളവിലാണ് സതീശനുമായി ബിന്ദു പത്മനാഭൻ ഭൂമി ഇടപാടുകളിലേക്ക് കടക്കുന്നത്. ഈ 2006 ബിന്ദു പത്മനാഭനെ 2006 തൊട്ട് ബിന്ദു പത്മനാഭൻ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അങ്ങനെ ഉള്ള ബിന്ദു പത്മനാഭൻ, ആ കാലഘട്ടത്തിൽ കൊല ചെയ്യപ്പെട്ട ബിന്ദു പത്മനാഭൻ ഈ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരികയായിരുന്നു. അങ്ങനെ ക്രൈംബ്രാഞ്ചിന് ലഭിച്ച നിർണായകമായ കുറ്റസമ്മത മൊഴിയിൽ ജൈനമ തിരോധാന കേസിൽ സെബാസ്റ്റ്യൻ പിടിയിലാകുന്നതോടുകൂടിയാണ്, ആ ചോദ്യം ചെയ്യലിനിടയിലാണ് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയെന്നുള്ള ഒരു കുറ്റസമ്മതം ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ അതിന് ഉള്ള കാരണമായുള്ള കാര്യമാണ് നേരത്തെ നമ്മളോട് സതീശൻ വെളിപ്പെടുത്തിയതുപോലെ 1.5 ലക്ഷം രൂപ താൻ സെബാസ്റ്റ്യൻ അഡ്വാൻസ് നൽകിയിരുന്നു അമ്പലപ്പുഴയിലെ ഭൂമി വാങ്ങുന്നതിനായി. അമ്പലപ്പുഴയിലെ ഭൂമി വാങ്ങുന്നതിൻ്റെ തലേ ദിവസം അതിൻ്റെ അഡ്വാൻസ് കരാർ ഒപ്പിടുന്നതിൻ്റെ തലേ ദിവസം ബിന്ദു തന്നെ നേരിട്ട് വന്ന് കണ്ടു. അത് സെബാസ്റ്റ്യനുമായിട്ടാണ് വന്നത്. പള്ളിപ്പുറത്തെ തൻ്റെ ലോഡ്ജിൻ്റെ മുന്നിലെത്തി കാറിൽ ബിന്ദു ഇരുന്നു, ഡോക്യുമെന്റ്സ് തന്നു. അതിനുശേഷം പിറ്റേ ദിവസം, അന്ന് രാത്രി ബിന്ദുവും സെബാസ്റ്റ്യനും ഒന്നിച്ചാണ് താമസിച്ചത്. പിറ്റേ ദിവസം രാവിലെ താൻ അവിടെ ചെല്ലുമ്പോൾ ബിന്ദു പള്ളിപ്പുറത്തെ വീട്ടിൽ സെബാസ്റ്റ്യനൊപ്പം ഉണ്ടായിരുന്നു എന്ന് നിർണായകമായ വിവരം സതീശൻ നൽകി. അതിൽ തന്നെ ആ ഭൂമി വിൽപ്പന നടന്നതിന് ശേഷം ഭൂമിയുടെ പ്രോപ്പർട്ടി കാണുന്നതിനായി സതീശനും സെബാസ്റ്റ്യനും ഒന്നിച്ചാണ് പോയത്. അതിനുശേഷം തിരികെ വന്ന് ബിന്ദു പത്മനാഭൻ 1.5 ലക്ഷം രൂപ അഡ്വാൻസ് നൽകി എന്നുള്ളതാണ് സതീശൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ സതീശൻ നൽകിയ തുക കൈക്കലാക്കുന്നതിന് വേണ്ടിയാണ് അന്ന് രാത്രി ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയെന്നുള്ള നിർണായകമായ വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതായത് ബിന്ദു പത്മനാഭനെ, ബിന്ദു ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു, മദ്യപിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനുമായിട്ട് പള്ളിപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്ന ആ രാത്രി ഈ 1.5 ലക്ഷം രൂപ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ രക്തം കട്ടപിടിക്കുന്നതിനായി മൃതദേഹം സൂക്ഷിച്ചു. രക്തം കട്ടപിടിക്കുന്ന ഒരു സമയം കഴിഞ്ഞപ്പോൾ മുറിച്ച് പല കഷ്ണങ്ങളായി വീടിൻ്റെ പിൻഭാഗത്ത് പല കുഴികളിലായി എടുത്ത് മൂടി എന്നുള്ളതാണ്. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇയാൾ പുറത്തെടുത്ത ശേഷം കത്തിച്ചു കളയുകയായിരുന്നു ചെയ്തത് എന്നടക്കമുള്ള നിർണായകമായ വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. അതിൽ തന്നെ അതിക്രൂരനായ കൊലപാതകി അല്ലെങ്കിൽ അതിക്രൂരനായ കുറ്റവാളി എന്നാണ് ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനെ കുറിച്ച് പറഞ്ഞത്. കാരണം അയാൾ വളരെ ആരോഗ്യവാനാണ്. പ്രമേഹത്തിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും അയാൾ വളരെ ആരോഗ്യവാനാണ്. ഒപ്പം ഇയാളുടെ ഒരു രീതി, ഇത് ഇമജിമാത്ത കുറ്റവാളി എന്നുള്ളതാണ്. ആ നോട്ടത്തിൽ തന്നെ അയാൾ അങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. എത്ര നേരം വേണമെങ്കിലും ഉറങ്ങാതിരിക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പല ചോദ്യം ചെയ്യൽ മുറകളോടും അയാൾ ഇപ്പോൾ കൈ ഉയർത്തി മണിക്കൂറുകളോളം നിൽക്കാൻ പറഞ്ഞിട്ട് സെബാസ്റ്റ്യൻ ഒരു കുഴപ്പവുമില്ലാതെ നിൽക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അത്തരത്തിൽ ഇതുവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഏറെ വ്യത്യസ്ത മാനസിക തലങ്ങളുള്ള ഒരു കുറ്റവാളി എന്നുള്ളതാണ് സെബാസ്റ്റ്യനെ കുറിച്ച് അന്വേഷണ സംഘം പറഞ്ഞത്. ഹിപ്നോട്ടിസം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും നിർണായകം, സതീശൻ നമ്മളോട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്ന രീതിയിൽ വളരെയധികം വർഷങ്ങളായിട്ട് ബന്ധമുണ്ടായിരുന്ന, വളരെയധികം സ്നേഹമുണ്ടായിരുന്ന 3 ഏക്കറോളം വരുന്ന ബിന്ദു പത്മനാഭന്റെ ഭൂമി വിൽപ്പനയിൽ എല്ലാം ഇടനിലക്കാരനായി പണം കൈപ്പറ്റിയിട്ടുള്ള സെബാസ്റ്റ്യനാണ് ഏറ്റവും ഒടുവിൽ 1.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തി കഴിഞ്ഞു. അവിടെ ശരണ്യ, നമ്മൾ നേരത്തെയും ഈ സതീശനുമായുള്ള ഇടപാടുകളും സംശയകരമാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു പശ്ചാത്തലമുണ്ടല്ലോ. അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയല്ലേ? അതായത് 1.5 ലക്ഷം രൂപ അഡ്വാൻസ് ആയി നൽകിയ തുകയാണ്. അഡ്വാൻസ് നൽകുമ്പോൾ
ഒരു ഭൂമിയുടെ ഇടപാട് പൂർണ്ണമാവില്ല എന്നുള്ളത് ഉറപ്പാണ്. ആ അഡ്വാൻസ് ലഭിച്ചപ്പോൾ തന്നെ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഈ ഭൂമി ഇടപാട് സതീശൻ ആരുമായിട്ടാണ് നടത്തിയത്? സതീശന് ഈ കൊലപാതകത്തെക്കുറിച്ച് അറിയാമായിരുന്നോ? അതും മറച്ചുവെച്ചോ? അത്തരം സംശയങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് ദൂരീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ ശരണ്യ? സതീഷ് നമ്മളുടെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അന്വേഷണ സംഘം സതീഷിന്റെ വീട്ടിലും ലോഡ്ജിലും ഒക്കെ റെയ്ഡ് നടത്തിയത് സതീഷിനെ തന്നെ കസ്റ്റഡിയിലെടുത്ത് അവർ ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സതീശൻ ഈ സ്ഥലം വാങ്ങുന്നത് ബിന്ദു പത്മനാഭനുമായുള്ള എഗ്രിമെന്റ് 6 മാസമായിരുന്നു. ഈ 6 മാസം കാലാവധി പൂർത്തിയാക്കിയ ശേഷം ബിന്ദു പത്മനാഭനെതിരെ സതീശൻ കോടതിയിൽ പോകുന്നു. കോടതിയിൽ പോയി എക്സ്പാർട്ടി വിധിയിലൂടെയാണ് ഇയാൾ ഈ ഭൂമി സ്വന്തമാക്കുന്നത്. ആ ഭൂമി സ്വന്തമായി കിട്ടിയ ഘട്ടത്തിൽ തന്നെ ഇയാൾ ആ കേസ് വാദിച്ച ആലപ്പുഴയിലെ പ്രമുഖനായ അഭിഭാഷകൻ, സതീശൻ പറഞ്ഞത് ഹരിഹരപുത്രൻ എന്ന അഭിഭാഷകന്റെ സഹോദരൻ രാമകൃഷ്ണൻ ആ ഭൂമി വിറ്റു എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. അപ്പോൾ ഈ ഭൂമി എന്തുകൊണ്ട് അയാൾ ഇത്രയും കേസ് പറഞ്ഞ് സ്വന്തമാക്കിയ ഭൂമി കേസ് വാദിച്ച അഭിഭാഷകന് തന്നെ വിൽക്കുന്നു, തനിക്കതിൽ ലാഭം കിട്ടിയെന്ന് പറയുന്നു. ഇനി സതീശൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ബിന്ദു പത്മനാഭൻ തന്നെ ഒരു നമ്പറിൽ നിന്ന് വിളിച്ചിരുന്നു, ഈ 6 മാസത്തിനിടയിൽ വിളിച്ചിരുന്നു. പക്ഷേ ഈ സതീശന് അഡ്വാൻസ് നൽകിയ അന്നത്തെ ദിവസം തന്നെ ബിന്ദു കൊല ചെയ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കോൾ ആരുടേതായിരുന്നു? അല്ലെങ്കിൽ സതീശൻ അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞാണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. സതീശൻ പറഞ്ഞ മറ്റൊരു കാര്യം, ബിന്ദു പത്മനാഭന്റെ പേരിൽ കോടതിയിൽ കെട്ടിവെച്ച തുക, ഈ സ്ഥലം വിൽപ്പന എക്സ്പാർട്ടി വിധിയായിരുന്നല്ലോ, അപ്പോൾ കോടതിയിൽ ബാക്കി ഇതിന്റെ തുക കെട്ടിവെച്ചിരുന്നു. ആ തുക ബിന്ദു പത്മനാഭൻ റിസീവ് ചെയ്തെന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ്. സതീശൻ ഈ ബിന്ദു അപായപ്പെട്ടു പോയിരുന്നു എന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് സതീശൻ പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അത്തരമൊരു അന്വേഷണത്തിലേക്കോ കാര്യങ്ങളിലേക്കോ ആരും പോയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതിനകത്ത് ഏറ്റവും വലിയൊരു നിഗൂഢത എന്ന് പറയുന്നത് ഈ സെബാസ്റ്റ്യൻ കൊലപാതകമൊക്കെ നടത്തിയത് ഒറ്റക്കാണെന്നുള്ളൊരു അസസ്മെൻ്റാണ് അന്വേഷണ സംഘത്തിനുള്ളത്. കാരണം ഇയാൾ ഈ സ്ത്രീകളെ കൊണ്ടുവരുന്നതും കൊലപ്പെടുത്തിയെന്നൊക്കെ ചുറ്റുപാടുമുള്ളവർക്കൊക്കെ ധാരണ ഉണ്ടെങ്കിൽ പോലും അത് എപ്പോൾ എങ്ങനെ എന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ്. ആ പരസ്പര വിശ്വാസത്തിൻ്റെ പുറത്ത് ഈ സ്ത്രീകളെ എല്ലാം അയാൾ കൊണ്ടുവരികയും ആ ബന്ധങ്ങളൊക്കെ പലരും രഹസ്യമായി വെക്കുകയും അതിനകത്ത് പള്ളിപ്പുറത്തെ വീടിനകത്ത് അരുങ്കൊല ചെയ്യപ്പെടുകയുമായിരുന്നു ചെയ്തതെന്നുള്ളതാണ്. അത് ആ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സെബാസ്റ്റ്യൻ മറ്റാരെയും അടുപ്പിക്കാറില്ല, താൻ മാത്രമാണ് ചെയ്തതെന്നുള്ള ഒരു തനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യമായി അത് സൂക്ഷിക്കാൻ അയാൾ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. യെസ്, എന്തായാലും ശരണ്യ സൂചിപ്പിക്കുന്ന പോലെ പോലീസിന് ചോദ്യം ചെയ്യുമ്പോൾ പോലും ഇയാളിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നത് അങ്ങേയറ്റം ശ്രമകരമാണ്. ഇടയ്ക്കെപ്പോഴോ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ശരണ്യ, ഈ കുട്ടിയെക്കുറിച്ച് മാത്രമാണ് അയാൾക്കൊരു എപ്പോഴെങ്കിലും അയാളുടെ മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാകുന്നുവെങ്കിൽ അത് സ്വന്തം കുട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് എന്ന്. ഇനിയും മറ്റ് തിരോധാനങ്ങളുണ്ടല്ലോ, ഐഷയുടേത്, ജൈനമ്മയുടേത്, നമ്മൾ തന്നെ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏലിയാമയെ പോലെയുള്ളവരുടേത്. ഇതിലേക്കൊക്കെ അന്വേഷണ സംഘത്തിന് എത്തിപ്പെടുക എന്നത് അപ്പോൾ ഏറെ ശ്രമകരമായിരിക്കും അല്ലേ? ഐഷ തിരോധാന കേസിൽ ഉടനെ തന്നെ ഒരു 302 അടക്കം വകുപ്പുകൾ ചുമത്തുമെന്നുള്ളത് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. ഐഷ കേസിലും ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് അന്വേഷണ സംഘത്തിന് നീക്കം. ഇന്നാണിപ്പോൾ സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയായിരുന്നത് ബിന്ദു കേസിൽ. പക്ഷേ ഇന്നലെ തന്നെ അയാളെ ചേർത്തല കോടതിയിൽ ഹാജരാക്കി വിയ്യൂറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിയ്യൂർ ഇയാളുടെ കാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുറിവ്, ആ പ്രമേഹവുമായി ബന്ധപ്പെട്ടുണ്ടായ മുറിവിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇയാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഉടനെ തന്നെ ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ടും ഐഷയുടെ കേസിലെ വകുപ്പുകൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് 302 അടക്കമുള്ള വകുപ്പുകളാക്കിക്കൊണ്ട് തന്നെ അയാളെ വീണ്ടും ഫോർമൽ അറസ്റ്റിലേക്ക് ഐഷ കേസിലും കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഐഷ കേസ് വളരെ ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട്. ഈ കേസുകളിലൊക്കെ കാലപ്പഴക്കമായിരുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. പക്ഷേ നമ്മൾ റോസമ്മ അടക്കമുള്ള ആളുകളെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് റോസമ്മ ഉൾപ്പെടെയുള്ള ആളുകളെ അന്വേഷണ സംഘം ഇനിയും ചോദ്യം ചെയ്യുന്നുള്ളതാണ്. കാരണം ഇവരിലൊക്കെ ഈ സ്ത്രീകളും ഈ സെബാസ്റ്റ്യനുമൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം നിഗൂഢതയും ചുറ്റിപ്പറ്റി ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം പരിശോധിച്ച് വരികയാണ്. അതിനകത്ത് ഐഷ കേസിൽ കൂടി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഇയാളുടെ റിമാൻഡ് സമയം കൂട്ടുക എന്നുള്ള ഒരു നിയമം, അതിനുള്ളിൽ കുറ്റപത്രം ജൈനമ്മ കേസിലടക്കം കുറ്റപത്രം സമർപ്പിച്ച് ഇയാളെ പൂർണ്ണമായി പൂട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. യെസ്, എന്തായാലും സെബാസ്റ്റ്യന്റെ ക്രൂരകൃത്യങ്ങളുടെ ചുരുൾ അഴിയുന്നുണ്ട്. ഇനിയും ഒട്ടേറെ ദുരൂഹതകൾ നിറഞ്ഞ മിസ്സിംഗ് കേസുകളുണ്ട്. അവർ മരണപ്പെട്ടിട്ടുണ്ടോ എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച സ്ഥിരീകരണത്തിലേക്ക് പോലീസിനും എത്താൻ സാധിക്കുക.